ഹലോ ഫ്രണ്ട്സ്, 2-3 വർഷങ്ങൾക്ക് മുന്നേ എനിക്ക് ഒരു ചതി പറ്റുകയും അതിൽ എനിക്ക് കുറച്ച് കാശ് നഷ്ടപ്പെടുകയും ചെയ്ത് അന്ന് തൊട്ടേ ഇത്തരം അടുത്തൊരു അനുഭവം ഉണ്ടാകുമ്പോൾ എങ്ങനെ അതിൽ നിന്ന് എസ്കേപ്പ് ആകാം, എങ്ങനെ രക്ഷപ്പെടാം, അന്ന് തൊട്ടേ ഞാൻ ചിന്തിക്കുന്നതാണ്. വളരെ യാദൃശികമായി പഴയതുപോലെ തന്നെ ഒരു അനുഭവം എനിക്ക് ഉണ്ടാവുകയും അതിൽ നിന്നും വളരെ സുരക്ഷിതമായി ഞാൻ രക്ഷപ്പെടുകയും ചെയ്തു. ഈ ഒരു അനുഭവം എൻ്റെ സുഹൃത്തുക്കളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാം ഇതെന്താണെന്ന്. സൗദിയുടെ 500 റിയാലാണ്. സൗദിയിലുള്ള എല്ലാവർക്കും അറിയാം, പ്രത്യേകിച്ച് നാട്ടിലും അറിയാം, എല്ലാ ഗൾഫ് രാഷ്ട്രത്തിലും ലോകത്തിൽ എല്ലാവർക്കും അറിയാം 500 റിയാലാണിത്. ഈ 500 റിയാൽ കൊണ്ട് ഒരു പ്രത്യേകതരം മാജിക് ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് കാശ് നഷ്ടപ്പെടുന്നുണ്ട്. 500 റിയാലാണെങ്കിൽ ഇത് സൗദിയിലുള്ള മിക്ക ആളുകൾക്കും ഇത്തരം തട്ടിപ്പ് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് വീഡിയോകളിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്കറിയാം 500 റിയാൽ എടുത്ത് ആരെങ്കിലും വല്ല സഹായമോ ചില്ലറയോ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പിറകിൽ ഒരു തട്ടിപ്പാണ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ വർഷങ്ങൾക്ക് മുന്നേ, ഒരു 3-4 വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം രാത്രി സമയത്ത് ഞാൻ കുറച്ച് സാധനം പർച്ചേസ് ചെയ്ത് വരുന്ന സമയത്ത് എൻ്റെ പിറകിൽ ഒരു കാറ് കൂടിയിട്ട് ഹോൺ അടിക്കുകയാണ്. ഞാൻ വണ്ടി സ്ലോ ആക്കി, പല പ്രാവശ്യം ഡിം ബ്രേക്ക് അടിക്കുന്നു, അവൻ ഹോൺ അടിക്കുന്നു. റൈറ്റ് സൈഡിൽ കയറി വന്ന് കൈകൊണ്ട് ഇങ്ങനെ ആക്കി. ഞാൻ മൈൻഡ് ചെയ്യാതെ മുന്നോട്ട് പോയപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്ന് അവൻ ഇങ്ങനെ ആക്കി. അപ്പോഴെനിക്ക് മനസ്സിലായി എന്താണ് കാര്യമെന്നറിയില്ല. പ്രത്യേകിച്ചും വണ്ടിയിൽ കുറച്ച് സാധനമുണ്ട്. എന്താണ് വിഷയം? ആരാണ് ഇവൻ? സൗദിയുടെ ഡ്രസ്സാണ്, തട്ടം വെച്ചിട്ടുണ്ട്, വട്ടിട്ടിട്ടില്ല, വൈറ്റ് ഡ്രസ്സ്. എന്താ വിഷയമെന്നറിയില്ല. കാഴ്ചക്ക് നല്ല മാന്യൻ. അങ്ങനെ ഞാൻ വണ്ടി സ്ലോ ആക്കിയപ്പോൾ അവൻ മുന്നോട്ട് വന്ന് ഒരു പോക്കറ്റ് റോഡിലേക്ക് എന്നെ കയറ്റി. പോക്കറ്റ് റോഡിന്റെ എൻട്രൻസിൽ അവൻ വണ്ടി പാർക്ക് ചെയ്തു. എൻ്റെ വണ്ടി കുറച്ച് മുന്നോട്ട് പാർക്ക് ചെയ്തു. ശേഷം അവൻ എൻ്റെ അടുത്തേക്ക് ഇറങ്ങി വന്ന് എന്നോട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അവൻ അവൻ്റെ വണ്ടിയുടെ അടുത്തേക്ക് പോയി, ഞാൻ പിറകിൽ പോയി. വണ്ടിയുടെ ഉള്ളിലേക്ക് കാണിച്ചു തന്നു. അതെൻ്റെ വൈഫാണ്, വൈഫിൻ്റെ കയ്യിലുള്ളത് എൻ്റെ കുഞ്ഞാണ്. ഞാൻ പറഞ്ഞു ഓക്കെ, എന്താണ് വിഷയം? അവൻ വണ്ടിയുടെ അടുത്ത് നിന്ന് എൻ്റെ വണ്ടിയിലേക്ക് വന്നു. അങ്ങനെ നടന്ന് സംസാരിച്ച് വരുമ്പോൾ അവൻ പറയുന്നത് അവൻ്റെ കുഞ്ഞിന് എന്തോ ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ്റെ വൈഫ് ഒരു 500 റിയാൽ പാവങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി, പാവപ്പെട്ട മനുഷ്യർക്ക് കൊടുക്കാൻ വേണ്ടി അവൻ്റെ വൈഫ് പാവപ്പെട്ടവർക്ക് ഒരു 500 റിയാൽ ദാനം ചെയ്യാം എന്ന് നിയ്യത്ത്, അതായത് മനസ്സിൽ കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ആരെയും അറിയില്ല, നീ ഈ 500 റിയാൽ 10 റിയാലോ 20 റിയാലെല്ലാം ചില്ലറയാക്കി പാവപ്പെട്ട ആളുകൾക്ക് നീ കൊടുക്കണം എന്ന് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു എനിക്ക് ബിസിയാണ്, എനിക്കൊരു സമയം പോലും ഒഴിവില്ല, ഇവിടെ എല്ലാം ക്യാമ്പുണ്ട്, പ്രത്യേകിച്ചും പാവങ്ങളായിട്ട് ആരും ഇല്ല, എല്ലാവർക്കും ജോലിയും കൂലിയും എല്ലാം ഉള്ള ആളുകളാണ്, നീ ആരെങ്കിലും മിസ്കിന്മാരുണ്ടെങ്കിൽ അവർക്ക് നീ ഡയറക്റ്റ് കൊണ്ടു കൊടുത്തു. അപ്പോൾ അവന് അങ്ങനെയല്ല ഇങ്ങനെയല്ല ഇതെല്ലാം സംസാരിച്ച് ഞാൻ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ഡോർ തുറന്ന് വണ്ടിയിൽ കയറി. അപ്പോൾ വീണ്ടും അവൻ വണ്ടിയുടെ ഗ്ലാസ്സിനെ നോക്ക് ചെയ്ത് ഞാൻ ഗ്ലാസ് താഴ്ത്തി കൊടുത്തു. അപ്പോൾ അവന് കൈ കുത്താൻ പറ്റാത്ത രൂപത്തിൽ കുറച്ച് ഗ്ലാസ് താഴ്ത്തിയപ്പോൾ അവന് ഈ ഗ്ലാസ്സിലേക്ക് ഇങ്ങനെ താഴ്ത്തിയപ്പോൾ ഒരു വിഷമം വേണ്ടെന്ന് കരുതി ഞാൻ താഴ്ത്തി കൊടുത്തു. നല്ലൊരു മാന്യമായ ഡ്രസ്സ്, വളരെ നല്ല സുന്ദരനായ ചെറുപ്പക്കാരൻ, മുഖമെല്ലാം മറച്ച് അടക്കി കെട്ടിയൊരു കൊച്ചിനും കൈ പിടിച്ച് അവൻ്റെ വൈഫ് തൊട്ടടുത്ത വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. അവൻ കൈ ഡോറിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് അവനോട് സംസാരം തുടങ്ങി. അവൻ പറഞ്ഞ് അതിൻ്റെ ശേഷം പറഞ്ഞ് എനിക്കിവിടെ അറിയില്ല, ഞാൻ കുറച്ച് അപ്പുറത്തുനിന്ന് വരികയാണ്, ഇന്ന് തന്നെ കൊടുക്കണം, ഇന്ന് രാത്രി കൊടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഒരുപാട് സംസാരിച്ച് അവന് കുറെ സംസാരിക്കുന്ന സമയത്തേയും പറഞ്ഞ് ഒഴിവാക്കുമ്പോൾ അവൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന 200 റിയാൽ നീ കൊടുക്ക്, 300 റിയാൽ നീ തിരിച്ചതാ. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ചേഞ്ച് ഇല്ല. അപ്പോൾ അവൻ എൻ്റെ കണ്ണിലേക്ക് നോക്കിയാണ്, അവൻ ഗാഢമായ എൻ്റെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. ഞാൻ സീറ്റിലിരുന്ന് ഞാൻ അവൻ്റെ കണ്ണിലേക്ക് നോക്കുന്നുണ്ട്. അവൻ എൻ്റെ ചുമലിൽ കൈ വെച്ചു. ഈ കൈ വെച്ചത് സത്യമാണ്, അവൻ നോക്കുന്നതും സത്യമാണ്. പിന്നീട് എന്തൊക്കെയോ അവൻ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ പൊരുൾ എന്താണെന്നോ, എന്താണ് അവൻ പറയുന്നതെന്നോ, എന്താണ് ഞാൻ ചെയ്യുന്നതെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു തോന്നലുണ്ട്, 500 റിയാൽ അവൻ എന്നെ പറ്റിക്കുകയാണ്. പക്ഷെ പ്രതികരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാൻ എൻ്റെ മനസ്സിൽ എന്താണോ ചിന്തിക്കുന്നത് അതെൻ്റെ നാവിലൂടെ പുറത്തേക്ക് വരുന്നില്ല. എൻ്റെ പേഴ്സ് അവൻ്റെ കയ്യിലേക്ക് ഞാൻ എടുത്തു കൊടുക്കുന്നു. അവൻ അതിൽ നിന്ന് കാശ് എടുക്കുന്നുണ്ട്, വെക്കുന്നുണ്ട്. ഈ 500 റിയാൽ ഇവിടെയുണ്ട്, ആ 500 റിയാൽ ഇവിടെയുണ്ട്, ഇത് നീ കൊടുക്കണം, ഇത് ചേഞ്ചാണ്, അത് ചേഞ്ചാണ്, ഈ 250, ഈ 100. ഇവൻ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്, കുറച്ച് ഫാസ്റ്റ് ആയിട്ട് അവൻ സംസാരിക്കുന്നത്. പക്ഷെ ഇമ വെട്ടാതെ എൻ്റെ കണ്ണുകളിൽ നിന്നും അവന് കണ്ണെടുക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ ഷോൾഡർ തട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്.
വളരെ വളരെ മാന്യമായിക്കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്, അറബിയിൽ സംസാരിക്കുന്നത്, ചുമലിൽ ഇടക്ക് തട്ടുന്നത്, സൂക്ഷ്മമായി കണ്ണിലേക്ക് നോക്കി സംസാരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നത് 2-3 മിനിറ്റ് കാണും മാക്സിമം. ഈ സമയത്ത് അവൻ പറഞ്ഞു, നീ ഇറങ്ങി വന്ന് എൻ്റെ മദാമിനോട് നീ ഒന്ന് പറ, എല്ലാം ഓക്കെ എന്ന് പറഞ്ഞിട്ട് നീ തിരിച്ചു പോയിക്കോ എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത്, അവൻ എൻ്റെ പേഴ്സ് എൻ്റെ കയ്യിൽ തന്നു. ഞാനിതെടുത്ത് പോക്കറ്റിൽ വെച്ചു. തിരിച്ച് അവൻ കുറച്ച് ഫാസ്റ്റ് ആയിട്ട് വണ്ടിയിലേക്ക് അവൻ നടക്കുന്നത്, ശകലം സ്പീഡിലാണ് നടക്കുന്നത്. ഞാൻ അവൻ്റെ വണ്ടിയിലേക്ക് എത്തിയപ്പോഴേക്കും അവൻ വണ്ടിയിൽ കയറി ബെൽറ്റ് ഇട്ട് ഞാൻ വണ്ടിക്ക് അടുത്ത് വന്ന് കൈകൊണ്ട് ഓക്കെ ഓക്കെ എന്ന് പറയുമ്പോഴേക്കും വണ്ടി എടുത്ത് ഒരൊറ്റ പോക്ക് അവൻ പോയി. ആ സെക്കൻഡിൽ എനിക്ക് പെട്ടെന്ന് കത്തി. എന്താ സംഭവം, എന്തൊരു തരികിട. പെട്ടെന്ന് പേഴ്സ് എടുത്ത് നോക്കി, 6500 റിയാൽ അവനടിച്ചു പോയി. എനിക്കറിയാം അവൻ എന്നെ പറ്റിക്കുകയാണെന്ന്, പക്ഷെ എന്തുകൊണ്ട് എന്നെ കൊണ്ടത് എസ്കേപ്പ് ആകാൻ കഴിഞ്ഞില്ല? അന്ന് തൊട്ടേ ഞാൻ ചിന്തിക്കുന്നതാണ്, ആകെ തളർന്നു പോയി. പ്രത്യേകിച്ചും കാശ് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, സാധനം വാങ്ങിയിട്ടോ മറ്റു കാര്യത്തിലോ അങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് വിഷമമില്ല. അതേസമയത്ത് മറ്റൊരാൾ നമ്മളെ അടിച്ചു മാറ്റിക്കൊണ്ടുപോകും, വഞ്ചിച്ച് കൊണ്ടുപോകുമ്പോൾ വല്ലാത്തൊരു സങ്കടമാണ്, നാണക്കെടുവാണ്. മറ്റൊരു മനുഷ്യനോട് പറയാൻ കഴിയില്ല. ഞാൻ അധികം ആരോടും പറഞ്ഞില്ല. ഞാൻ ആദ്യം തന്നെ എൻ്റെ അടുത്തൊരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു. അവൻ ചെറിയൊരു അനുഭവം ഇതിൻ്റെ മുന്നേ റിയാദ് ഹൈവേയിൽ വെച്ച് സംഭവിച്ച ഒരു അനുഭവം പറഞ്ഞതുകൊണ്ട് അവനെ ഞാൻ വിളിച്ച് ഞാൻ ഈ അനുഭവം പറഞ്ഞു. അവൻ പറഞ്ഞത് മറന്നുകളാം, ആ വിഷയം മറന്നുകളയാം, ടെൻഷൻ വേണ്ട, അത് പോയി, അതിൻ്റെ പിറകിൽ പോകണ്ട. ശേഷം അടുത്തുള്ള ഒരു പോലീസ് സ്റ്റേഷനിൽ ഞാൻ പോയിട്ട് വിവരം പറഞ്ഞ് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞു, തൽക്കാലം ഒരു പേപ്പർ എഴുത്, നീ ഉദ്ദേശിക്കും പോലെ അത് സൗദിയല്ല, പിറകിലിരിക്കുന്നത് അവൻ്റെ വൈഫല്ല, കയ്യിലുള്ളത് കൊച്ചുമല്ല. ഓക്കെ, കംപ്ലൈൻറ്റ് ചെയ്തു, എന്തെങ്കിലും പ്രയോജനം ഉണ്ടെങ്കിൽ വിളിക്കുക, അറിയിക്കുക. എഴുതി വെച്ച് ഞാൻ തിരിച്ചു പോന്നു. അന്ന് തൊട്ടേ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് കടയിൽ തിരക്കുള്ള സമയത്ത് 500 കൊടുക്കും, സാധനം വാങ്ങും, ബാക്കി കൊടുക്കും, തിരിച്ചു വാങ്ങും, അത് വാങ്ങിയതും ഇങ്ങനെ ആകെ കൺഫ്യൂസ്ഡ് ആക്കിയിട്ട് ആകെ പൈസ കൊണ്ട് പോകുന്ന ഒരുപാട് അനുഭവമുണ്ട്. എനിക്ക് സംഭവിച്ചതുപോലെയുള്ള അനുഭവം ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് തൊട്ടേ ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയതാണ്, എന്നെ പറ്റിക്കാൻ കഴിയില്ല. വളരെ നിസ്സാരമായിട്ട് എന്നെ പറ്റിച്ച് 6500 റിയാലായിട്ട് അവൻ പോയി. അന്ന് തൊട്ട് ഇനി ഒരു അനുഭവം ഉണ്ടാവുകയാണെങ്കിൽ എങ്ങനെ എസ്കേപ്പ് ആവാം? അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് ഇന്ന് എനിക്കൊരു ചാൻസ് കിട്ടി. ഇന്ന് ഞാൻ അത് പ്രയോഗിച്ചു. അതുകൊണ്ട് പോക്കറ്റിലിരുന്ന് 3000 റിയാൽ സേഫായിട്ട് പോക്കറ്റിലുണ്ട്. ഞാൻ എന്താ ചെയ്തതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ തന്നെ ഞാൻ വണ്ടിയിൽ പോവുകയാണ്, വണ്ടി ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴേ എനിക്ക് പഴയ കാര്യം ഓർമ്മിച്ച് അവൻ വന്ന് ഹോൺ അടിക്കുന്നത്, നിർത്താൻ വേണ്ടി പറയുന്നത്. ഇതുപോലെ കുറച്ചൊരു ഒഴിഞ്ഞ ഭാഗമാണ്, ഒരു പോർട്ടിന്റെ ഭാഗമാണ്, ട്രാഫിക് ഇത്തിരി ഒഴിഞ്ഞ ഭാഗമാണ്, പക്ഷെ ആളുകൾ ഇഷ്ടം പോലെ ഉണ്ട്, വണ്ടികൾ പോകുന്നുണ്ട്, എല്ലാം ഉണ്ട്. അവൻ സൈഡാക്കാൻ പറഞ്ഞ് ഞാൻ സൈഡാക്കിയതിന് ശേഷം അവൻ എന്നെ കൈകൊണ്ട് വിളിച്ച്. അപ്പം ഞാൻ അവൻ ഇങ്ങോട്ട് വിളിച്ച സമയത്ത് അവൻ പറഞ്ഞ് എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം. അപ്പം ഞാൻ അവനോട് ചോദിച്ചു, എന്ത് ഹെൽപ്പാണ് വേണ്ടത്? എൻ്റെ വണ്ടിയിൽ ഒരു സാധനമുണ്ട്, എൻ്റെ കയ്യിൽ ഒരു സാധനമുണ്ട്, അതൊന്ന് ഇവിടെ അടുത്ത് എൻ്റെ ഒരു വീടുണ്ട്, അവിടെ നിന്ന് ഇറക്കാൻ ജസ്റ്റ് ഒന്ന് കൈ വെക്കണം, എത്ര കാശ് വേണമെങ്കിൽ ഞാൻ തരാം. ഞാൻ പറഞ്ഞു, ഞാൻ അത്യാവശ്യമായിട്ട് പോവുകയാണ്, എനിക്ക് സമയമില്ല, എനിക്ക് വേറെ പണിയുണ്ട്, ഇനി വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞു. പക്ഷെ അവൻ ഒഴിവാക്കുന്നില്ല എന്നെ. എന്താ പറയാ, സംസാരിച്ച് പിറകു കൂടെ എങ്ങനെയായിട്ടും വിടുന്നില്ല. ഒരു രക്ഷയില്ല. ഇവൻ എങ്ങനെ പറഞ്ഞോളൂ, എനിക്കറിയാം അവൻ എന്തോ ഒരു തട്ടിപ്പായിട്ട് വന്നത്, എന്തൊരു തട്ടിപ്പ് എനിക്കറിയില്ല, എന്താണ് തട്ടിപ്പ് എനിക്കറിയില്ല. അവനോട് പറഞ്ഞ എന്താ, ഞാൻ പൈസ തരൂലേ. ഞാൻ മാക്സിമം അവനെ പറഞ്ഞു ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ അവനൊരു പ്രത്യേക തരത്തിൽ ഇങ്ങനെയെല്ലാം പറയുന്നത്, കുറെ ഇംഗ്ലീഷ് പറയുന്നത്, കുറെ അറബി പറയുന്നത്, ആകെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് അവന്. അപ്പോഴേക്ക് എനിക്ക് കഴിഞ്ഞ കാര്യങ്ങളും എല്ലാം എൻ്റെ മനസ്സിൽ കിടന്ന് എങ്ങനെ ഇവനെടുക്കുന്ന എസ്കേപ്പ് ആവുക. ഞാൻ പോകുന്ന സമയത്ത് അവൻ മുന്നോട്ട് കയറി ശരിക്കും അവൻ്റെ അടുത്ത് കുടുങ്ങിയതുപോലെ ആയി. ആളുകൾ പോകുന്നുണ്ട്, പക്ഷെ അവരാരും മൈൻഡില്ല. ഞാൻ പറഞ്ഞു, ഞാൻ പോവാണ്. ഇവന് കുറെ കഴിഞ്ഞ സമയത്ത് എൻ്റെ ശരീരം തൊട്ട സമയത്ത്, സുഹൃത്തുക്കളെ കളവല്ല പറയുന്നത്, സത്യമാണ് ഈ പറയുന്നത്, സത്യം. അവൻ്റെ അടുത്ത് വന്ന് എൻ്റെ ഷോൾഡർ തട്ടിയിട്ട്, നീ വാ, ഇതൊന്ന് കൈവച്ച് തന്നാൽ മതി, പക്ഷെ ഞാൻ അവൻ്റെ പിറകിൽ പോയി. അവൻ്റെ പിറകിൽ ഞാൻ പോകുന്നത്, അവൻ നടക്കുന്ന സംസാരിച്ച് അവൻ കൂട്ടിക്കൊണ്ട് പോവുക. ഇതെന്താണ് ഇതിൻ്റെ മാജിക്ക്, എന്താണ് ഇതിൻ്റെ ടെക്നിക്ക് എനിക്കറിയില്ല. ഞാൻ അവൻ്റെ പിറകിൽ എങ്ങനെ പോകുന്ന കുറച്ച് ഡിസ്റ്റൻസിൽ 2 വണ്ടികൾ നിൽക്കുന്നത്, പിറകിൽ പോകുന്ന സമയത്ത് ചെറിയൊരു ഒരു ഇടുങ്ങിയതുപോലെ ഫുട്പാത്ത് റോഡ് തമ്മിൽ ചെറിയൊരു എടുക്കണം. അവിടെ നിന്ന് ഒരാൾ ഇങ്ങ് വന്ന സമയത്ത് ഞാൻ അവിടെ ഇരുന്നൊരു പോസ്റ്റ്, എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിന്റെ സത്യാവസ്ഥ ശാസ്ത്രമോ അല്ലെങ്കിൽ തന്ത്രമോ മന്ത്രമോ ഇതൊന്നും എനിക്കറിയില്ല, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. ആർക്കെങ്കിലും വേണമെങ്കിൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഈ അവസ്ഥ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷിച്ച് നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്.
ഈ പോസ്റ്റ് ഇലക്ട്രിക്കൽ പോസ്റ്റ് സ്ട്രീറ്റ് നെയിം എഴുതി വെച്ചൊരു പോസ്റ്റ് ഉണ്ടായിരുന്നു. ഈ പോസ്റ്റിനെ ചുറ്റി പിടിച്ചുകൊണ്ട് ഞാൻ കാലെടുത്ത് വെച്ച് ഈ പോസ്റ്റ് തൊട്ടപ്പോഴേ എനിക്ക് ഷോക്ക് പോലെ ഒരു ഷോക്ക്. എനിക്കറിയില്ല സുഹൃത്തുക്കളെ, സത്യമാണ്. ഒരു ഷോക്ക് പോലെ. എന്താ പറയാ, എനിക്ക് വിവരിക്കാൻ കഴിയില്ല. ഒരു ബോധം വന്ന് ഒരു ഷോക്ക്, അതായത് ഒരു എർത്തിങ്. ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഇതിന്റെ പിറകിലുള്ള ശാസ്ത്രമെന്നോ എന്താണ് ഇതിന്റെ പിറകിൽ ഇവരെ നമ്മളെ കൊണ്ട് ചെയ്യിക്കുന്നതെന്നോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളോട് ഇന്നുണ്ടായ അനുഭവം പറയാണ്. ഇവൻ എന്റെ ഷോൾഡർ തട്ടി വിളിച്ച സമയത്ത് ഞാൻ ഇവന്റെ പിറകിൽ പോവുക. എന്തുകൊണ്ട് പോകണം? എനിക്കറിയാം എന്നെ പറ്റിക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. 500 റിയാൽ എന്റെ കയ്യിൽ, പക്ഷെ എനിക്ക് തന്നിട്ടില്ല. അവൻ പറയുന്ന ഒരു സാധനം ഹെൽപ്പ് ചെയ്താൽ മതി. അവന്റെ പിറകിൽ ഞാൻ എന്തിനു പോകണം? പക്ഷെ ഞാൻ അവന്റെ പിറകിൽ പോകുന്നുണ്ട്. എനിക്കറിയാം പാടില്ല, പക്ഷെ ഞാൻ അവന്റെ ബാക്കിൽ പോകും. ഈ പോസ്റ്റ് തൊട്ട സമയത്ത് എനിക്ക് ഷോക്ക് പോലെ, എനിക്ക് ശരീരത്തിൽ ഒരു ഷോക്ക് പോലെ വന്ന് പെട്ടെന്നൊരു ബോധോദയം വന്ന് ഞാൻ തിരികെ പോന്ന് ഞാൻ വണ്ടിയിലിരുന്ന്, ഞാൻ കയറി വണ്ടിയിലിരുന്ന്. അപ്പോഴേ അവൻ സ്പീഡിൽ എൻ്റെ പിറകെ വന്ന് അവൻ ഇതുപോലെ പഴയതുപോലെ ഗ്ലാസ് താഴ്ത്താൻ പറഞ്ഞു. അപ്പോൾ ഗ്ലാസ് താഴ്ത്തി. അപ്പോൾ ഞാൻ എൻ്റെ കൺട്രോൾ പരിപൂർണമായിട്ട് എൻ്റെ കയ്യിലേക്ക് തിരിച്ച് കിട്ടി എന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ അന്ന് എനിക്കുള്ള ഒരേ ഒരു സംശയം ഉണ്ടായത്, ഇവരെ കണ്ണിലേക്ക് നോക്കാൻ പാടില്ല. കണ്ണിലേക്ക് ഒരിക്കലും നമ്മൾ ഇമവെട്ടാതെ നോക്കിയോ അവർ ആ മാന്ത്രിക വലയത്തിൽ നമ്മൾ ഉടക്കിപ്പോകും. ആ മാന്ത്രിക വലയത്തിൽ നമ്മൾ കുരുങ്ങിപ്പോകും. ഒരിക്കലും അവരെ കണ്ണിലേക്ക് ശ്രദ്ധിച്ച് നോക്കരുത്. അവരെ കണ്ണിലേക്ക് നോക്കിയാൽ അവരുടെ ഒരു മാന്ത്രിക വലയത്തിൽ നമ്മൾ കുരുങ്ങിപ്പോകും. ഒരിക്കലും അവരെ കണ്ണിലേക്ക് ഇമവെട്ടാതെ നമ്മൾ നോക്കരുത്. പക്ഷെ അവർ സൂക്ഷ്മമായി നമ്മൾ നോക്കും. ശരീരം ടച്ച് ചെയ്യാൻ സമ്മതിക്കരുത്. ഞാൻ ഫുള്ള് താഴ്ത്തിയില്ല, പഴയ പോലെ കൈ ഒത്തി സംസാരിക്കാനൊന്നും ഞാൻ താഴ്ത്തി കൊടുത്തില്ല. ഒരു 3/4 ഭാഗം താഴ്ത്തിട്ട് ഞാൻ പറഞ്ഞ്, സദിക്ക് ഞാൻ പോവുകയാണ്, സുഹൃത്തെ ഞാൻ പോവുകയാണ്, എനിക്ക് ഒഴിവില്ല, എനിക്ക് പറയും. അപ്പോഴും അവൻ വണ്ടിയിലെ അകത്തേക്ക് കൈയിട്ട് സംസാരിക്കാൻ, എൻ്റെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കാൻ. അപ്പോഴേക്ക് എനിക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥ പോലെ വരികയാണ്. ഒരു രക്ഷയില്ല. എങ്ങനെ എസ്കേപ്പ് പോകും? എങ്ങനെ ഇവരെ കയ്യിൻ്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും? എല്ലാം അറിയാം, എനിക്കറിയാം എന്നെ പറ്റിക്കുകയാണ്. എന്തൊരു കുരുക്കിരിയാ കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിന്ന് രക്ഷപ്പെടണ്ടേ? എൻ്റെ അനുഭവമാണ് സുഹൃത്തുക്കളെ, കളവല്ല. ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് അന്ന് സത്യമാണെന്ന് അന്ന് നിങ്ങൾ എനിക്ക് കമന്റ് എഴുതണം. അവൻ്റെ അടുത്ത് രക്ഷപ്പെടാൻ കഴിയുന്നില്ല. അവൻ വീണ്ടും സംസാരിച്ച് ലാസ്റ്റ് ഞാൻ ശരിക്കും ശ്വാസമെല്ലാം വലിച്ചെടുത്ത്. ഒരു രക്ഷയില്ല. ഞാൻ കണ്ണടച്ച്, നീ മധു പകരൂ മലർ ചൊരിയൂ അനുരാഗ പൗർണമി. സത്യം, ഞാൻ ഇങ്ങനെ ആക്കി അങ്ങ് പാടി. അവൻ ഒരു മിനിറ്റിന്റെ കണ്ണിലേക്ക് വീണ്ടും നോക്കിയിട്ട്, എന്ത് ഒരു പ്രത്യേക ഭാഷയിൽ ഒരു ദേഷ്യമാണോ, ഒരു വല്ലാത്തൊരു അങ്കലാപ്പാണോ? ഇവനൊരു പ്രത്യേക ചോദ്യം, എന്താ? അപ്പോഴെനിക്ക് കത്തി, ഇതന്നെ ഉള്ളു മാർഗം. അടുത്തത് വെച്ച് കാച്ചു ഞാൻ. നീ മായല്ലേ മറയല്ലേ നീലമിനാവുലിയേ. അവൻ ശകലം പിറകോട്ട് മാറി നിന്ന്. സംഭവം എനിക്ക് മനസ്സിലായി, ഇവന് കാര്യം മനസ്സിലായെന്ന് അവന് മനസ്സിലായി. അതിന്റെ ശേഷം ഞാൻ പറഞ്ഞു, സതി, കുറച്ച് മുന്നേ 3 വർഷം മുന്നേ 6500 പോയതാ. നീ എന്നെ വീണ്ടും പറ്റിക്കാൻ വേണ്ടി വരണ്ട. നിന്റെ നമ്പർ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ പോലീസിൽ കൊടുക്കും. തിരിഞ്ഞു നോക്കുമ്പോൾ വണ്ടി അവിടെ കാണുന്നില്ല. സെക്കൻഡിൽ ആ ഒരു മില്ലി സെക്കൻഡിൽ ആ ഒരു വണ്ടി എസ്കേപ്പ് ആയി. അറിയോ പൊന്നു സുഹൃത്തുക്കളെ, ഇതിൽ ഒരു തരി കളവില്ല. സത്യമാണ് സത്യം. ഇത്തരത്തിൽ വല്ല വലയിൽ നിങ്ങൾ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പാടിക്കോ. പാട്ട് പലതിനും ഗുണമാണെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നീ ശ്രുതിയും താളവും ടെമ്പോയും ഷഡ്ജും ഒന്നും നോക്കണ്ട, വെച്ച് കീച്ചിക്കോ. അറിയുന്ന ഒരു പാട്ട് അവർക്ക് അറിയാത്തൊരു ഭാഷയിൽ. അവർ പാകിസ്ഥാനികളാണ്. പോലീസിൽ വീണ്ടും ഞാൻ പോയി. അവർ പറഞ്ഞത് അവർ പാകിസ്ഥാനികളാണ്. കറക്റ്റ് അറബി പഠിച്ച് സൗദികളെ പോലെ വേഷം കെട്ടി സൗദികളെ പോലെ സംസാരിച്ച് അവന്റെ പിറകിലിരിക്കുന്ന സ്ത്രീ ആവൂല, അവരെല്ലാവരും പുരുഷന്മാരാണ്. അബായിട്ട് മൂടിക്കൊണ്ട് അവർ വരുന്നതാണ്. മനസ്സിലായോ? അതുകൊണ്ട് പൊന്നു സുഹൃത്തുക്കളെ, എവിടെയെങ്കിലും കുടുങ്ങുകയാണെങ്കിൽ എനിക്ക് 2 കാര്യം മനസ്സിലായി. ശരീരം അവരെ കൊണ്ട് തൊട്ടോ നമ്മൾ പെട്ടു, കണ്ണിലേക്ക് നോക്കിയോ പിന്നെ ആ കണ്ണിൽ നിന്ന് നമുക്ക് കണ്ണെടുക്കാൻ കഴിയില്ല. എന്താണ് ഇതിന്റെ ശാസ്ത്രം എനിക്കറിയില്ല. നിങ്ങൾ ട്രിക്ക് ബഷീർ അതുപോലുള്ള മെന്റലിസ്റ്റുകളോ ഹിപ്നോട്ടിസം ചെയ്യുന്ന ആരെയുണ്ടെങ്കിൽ അവരോട് ചോദിച്ച് മനസ്സിലാക്കുക, എന്താണ് ഇതിന്റെ മാന്ത്രിക വലയം? എനിക്കറിയില്ല. മന്ത്രമാണോ, തന്ത്രമാണോ, കുന്ത്രമാണോ ഒന്നും അറിയില്ല. സത്യമാണ് സുഹൃത്തുക്കളെ, നമ്മുടെ മനസ്സിൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയാണെന്ന് മനസ്സിലായാലും ശരി, ഇവരെ വലയിൽ പെട്ടുപോകും. നമ്മുടെ ബ്രെയിൻ നിയന്ത്രിക്കാൻ മറ്റൊരു വ്യക്തിക്ക് കഴിയും എന്നുള്ളതിന്റെ പരിപൂർണ തെളിവ് ഞാൻ തന്നെയാണ്. എന്ന് എനിക്ക് അനുഭവം ഉണ്ടായതാണ്. പിടി കൊടുക്കാതിരിക്കണമെങ്കിൽ നീ പാടിക്കോ, ഒന്നും നോക്കണ്ട. ശ്രുതിയും താളല്ലേ ഒന്നും നോക്കാതെ വെച്ച് കീച്ചിക്കോ. അല്ലാതെ അവരുടെ മുന്നിലേക്ക് നിങ്ങൾ താഴ്ന്ന് കൊണ്ട് കണ്ണിലേക്ക് നോക്കിയിരുന്നാൽ, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടിട്ടുണ്ട്, കള്ളന്മാരുടെ ലക്ഷണമാണ് കണ്ണിലേക്ക് നോക്കാതെ സംസാരിക്കുന്നത്. നല്ല വ്യക്തികളുടെ ലക്ഷണം കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം എന്ന് പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ നല്ല വ്യക്തിയാകാൻ വേണ്ടി ഇത്തരം ആളുകളുടെ മുന്നിലേക്ക് കണ്ണിലേക്ക് തുറച്ചു നോക്കിയാൽ പിടുക്കാൻ വേണ്ടി കൊണ്ട് അവരങ്ങ് പോകും. അതുകൊണ്ട് ബി കെയർഫുൾ. ഗുഡ് ബൈ.